തട്ടുകട ടേസ്റ്റിൽ എന്നാലോ തട്ടുകടയിൽ ഉണ്ടാക്കുന്നതിനായിട്ട് ഇരട്ടി ടേസ്റ്റിൽ ചൂട് കപ്പയും മുട്ടയും കഴിക്കുന്നു. ഓടി വന്നോളൂ കേട്ടോ. ഇതേ സ്റ്റൈലിലൊന്ന് ഉണ്ടാക്കി നോക്കിയേ. കാണുമ്പോൾ തന്നെ നാവില് കപ്പൽ ഓടിക്കാനുള്ള വെള്ളം വരുന്നില്ലേ? അപ്പം മടിക്കണ്ട. പിന്നെ ഈ ഒരു ടേസ്റ്റിന്റെ രഹസ്യം അറിയാനേ ഇതിന്റെ പിന്നാമ്പുറം കൂടെ കാണാൻ മറക്കല്ലേ. ആരും വിശന്നിരിക്കണ്ട. കണ്ണ് ചിമ്മി തുറക്കുന്ന നേരം കൊണ്ട് നമുക്ക് ചൂട് കപ്പയും മുട്ടയും റെഡിയാക്കാം. അപ്പൊ വീഡിയോയിലേക്ക് പോയാലോ? ഹായ്, അമലസ്വായുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ദേ ഞാൻ വലിയൊരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിതൊന്ന് ചെറുതായി ദേ കട്ട് ചെയ്ത് കൊടുക്കണം. ദേ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പച്ചമുളക് ഇടുന്നുള്ളൂ കേട്ടോ. ബാക്കി നമ്മൾ മുളക് പൊടിയാണ് ഇടുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കപ്പയും മുട്ടയും കഴിക്കുമ്പോൾ പച്ചമുളക് കടിച്ച് മാറ്റി വെക്കാൻ പറ്റില്ല. ചട്ടി ചൂടായിട്ടുണ്ട്, വർത്താനം പറയാൻ സമയമില്ല. ഞാൻ ഉള്ളിയും പച്ചമുളകും അതിലിട്ട് കൊടുക്കാൻ പോവാണ്. പിന്നെ നമുക്ക് വേണ്ടത് ദേ മുട്ടയാണ്. മുട്ട 2 ഞാൻ ദേ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോട്ടോ ഇതിന്റെ അടുത്ത പിന്നാമ്പർ എന്താണെന്ന്. അപ്പൊ ദേ നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഒക്കെ നന്നായി വഴന്ന്, അതായത് ഒരുപാടൊന്നും വേണ്ട, പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. അപ്പോഴത്തേന് നമ്മൾ കറിവേപ്പില കുനുകുനാന്നൊന്ന് കട്ട് ചെയ്തിട്ടേക്ക്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കടിക്കുമ്പോൾ മാറ്റി വെക്കണ്ട, എല്ലാം അങ്ങോട്ട് അകത്തേക്ക് പോക്കട്ടെ. ഒന്നിനും ഇനി പുറത്ത് വിടണ്ട. കപ്പയാണോ മുട്ടയാണോ പിന്നെ ഒന്നും പുറത്ത് വിടാനില്ല. കാരണം എന്ന് വെച്ചാൽ മുട്ടയുടെ തൊണ്ട് കളഞ്ഞില്ലേ, സബോളയുടെ തൊണ്ട് കളഞ്ഞില്ലേ, ഇനി എന്തിനാ പുറത്ത് കളയുന്നത്? ബാക്കിയെല്ലാം ഉള്ളിലേക്ക്. അതിനു മുമ്പ് നമ്മൾ കപ്പ ഇവിടെ വേവിച്ചിരിക്കണം കേട്ടോ. ഇതാണ് നമ്മളുടെ ഏറ്റവും മെയിൻ. നമ്മൾ കണ്ണ് ചിമ്മി തുറക്കുന്ന നേരം എന്ന് പറഞ്ഞില്ലേ, സവോളയൊക്കെ നന്നാക്കി എടുക്കുമ്പോഴത്തേനും നമ്മളുടെ കപ്പ അവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ പുട്ടുപോലെ തിളച്ച വേവുന്ന കപ്പയാണ്. അതുകൊണ്ട് തന്നെ 5 മിനിറ്റ് ആവുന്നതിന് മുമ്പ് കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ കപ്പ എടുക്കുമ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കി എടുത്തോളൂ കേട്ടോ. ചില കപ്പ കഴിക്കും, എത്ര നല്ല കപ്പ മേടിച്ചാലും ചിലത് ഉള്ളിൽ ചെറിയതായിട്ട് കയ്പ്പ് രസം ഉണ്ടാവും. അപ്പൊ ഒന്ന് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചാൽ മതി. ഇനി ഈ മുട്ടയിലും കപ്പയിലേക്ക് ആവശ്യമുള്ള പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇനി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ മുട്ട. അപ്പൊ ഇതിന്റെ പച്ചമണം പോയില്ലേ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. പക്ഷെ ഇതൊക്കെ നന്നായി ഇളക്കി മറയ്ക്കാനുണ്ട് മക്കളെ. അത്രയും ഇളക്കാണ് കേട്ടോ. ഈ മുട്ടയും കപ്പയും വെക്കുമ്പോണ്ടല്ലോ ഏട്ടനാണ് ഉണ്ടാക്കുക. കാരണം എന്താണെന്നറിയോ, നമ്മൾ തട്ടുകടയിൽ കണ്ടിട്ടില്ലേ, അവര് ഇളക്കി 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 എന്താ പറയാ, നമ്മൾക്ക് കാണുമ്പോൾ തന്നെ എത്ര നേരമായി ഇളക്കണമെന്ന് തോന്നും. ഈ ഇളക്ക് എന്നെ കൊണ്ട് കൂട്ടിയാൽ പറ്റില്ല. അതുകൊണ്ട് തന്നെ മുട്ടയും കപ്പ എപ്പോൾ ഉണ്ടാക്കണോ ഏട്ടനാണ് അത് ചെയ്യുക. എന്നാലും അതിന്റെ ടേസ്റ്റ് ഫുള്ളായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പൊ ഞാൻ ദേ ഇവിടെ 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ടേസ്റ്റ് കൂടണമെങ്കിൽ ഇതിന്റെ പിന്നാമ്പുറം നോക്കിക്കോളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ. അടുത്ത മുട്ടയിട്ട് ആള് ദേ വരുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പിന്നാമ്പുറം. ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ ഇവിടെ കപ്പി മുട്ട ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. അപ്പൊ നിങ്ങൾക്കും ടേസ്റ്റ് കൂട്ടണോ, ഇതേപോലെ ഉണ്ടാക്കിപ്പോ. കടയിലത്തെ അതായത് തട്ടുകടയെക്കാട്ടിയും ടേസ്റ്റിൽ നമുക്ക് കഴിക്കാം. പിന്നെ ഉണ്ടല്ലോ ഇച്ചിരി അധികം വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. അതാണ് ഇതിന്റെ മെയിൻ. അപ്പൊ ഇച്ചിരി അധികം വെളിച്ചെണ്ണയുടെ ആ ഫ്ലേവർ നമുക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ കിട്ടണം. ഇനി ഉപ്പാണ് വേണ്ടത്. ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത്. ഉള്ളി വഴച്ചുമ്പോൾ കുറച്ചിട്ടിട്ടുണ്ട്, അതേപോലെ കപ്പ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമ്മളുടെ മുട്ടയിൽ പിടിക്കാനുള്ള ഉപ്പും കൂടെ ഇട്ടാൽ മതി. അപ്പൊ നോക്കിയിട്ട് കൊടുക്കുക, കൂടരുത്. അപ്പോൾ വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ഇച്ചിരി മുന്നിൽ നിൽക്കണം. ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇടയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളുടെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ, കുറയില്ല. അതേപോലെ മുളക് പൊടി വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് മുളക് പൊടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം. കാരണം ഇത് ഉടച്ച് വരുമ്പോൾ ഇച്ചിരി കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു സ്വല്പം എരിവ് ഇച്ചിരി മുന്നിൽ നിൽക്കണം. കാരണം എന്ന് വെച്ചാൽ പച്ചമുളക് ഇടുന്നുള്ളൂ. പച്ചമുളക് എല്ലാവരും കടിച്ച് മാറ്റി വെക്കും. അപ്പൊ അത് മാറ്റി വെക്കാണ്ടിരിക്കാനാണ് നമ്മൾ മുളക് പൊടി ഇടുന്നത്. അപ്പൊ നമുക്ക് എരിവും കിട്ടും, ആ ടേസ്റ്റി ആയിട്ട്, അതായത് ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് കഴിക്കാനും പറ്റും. അപ്പോൾ തട്ടുകടയേക്കാളും ടേസ്റ്റിൽ നമുക്ക് ഒരു കപ്പയും മുട്ടയും കഴിക്കാം. ഈ കപ്പയുടെ ഒരു പ്രത്യേകതയുണ്ട്. ഇറച്ചി മേടിച്ചിട്ടുണ്ടോ കപ്പയുണ്ട്, മീൻ മേടിച്ചിട്ടുണ്ടോ കപ്പയുണ്ട്, മുട്ട മേടിച്ചിട്ടുണ്ടോ കപ്പയുണ്ട്. അതായത് വീട്ടിൽ എല്ലായ്പ്പോഴും കപ്പയുണ്ടാവും. ഇളക്ക് കണ്ടില്ലേ നിങ്ങൾ ഇത്ര നേരം? ഞാനത് കട്ട് ചെയ്യാത്തത് വേറെ ഒന്നല്ല, അത്രയും ഇളക്ക് ഇവിടെ ഇളക്കുന്നുണ്ട്. കുറച്ചൊക്കെ എന്നാലും കട്ട് ചെയ്തു കേട്ടോ. പിന്നെ ലോങ്ങായി പോവാതിരിക്കാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ കപ്പയിൽ ഇച്ചിരി വെള്ളത്തിന്റെ അംശം വേണം, കുഴഞ്ഞ് നന്നായി ഇച്ചിരി ചാറ് വേണം എന്നുള്ളവര് കപ്പ വേവിക്കുമ്പോൾ ഉണ്ടാവുന്ന ബാലൻസ് വരുന്ന വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്തോളൂ, അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. അപ്പൊ കപ്പയൊക്കെ നന്നായി ഉടച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് നോക്കിക്കേ. ഇതിൽ വെള്ള കപ്പം കാണുന്നുണ്ടോ നിങ്ങൾക്ക്? അതേപോലെ ഉടച്ച് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ട അടിച്ചെടുക്കണ പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കപ്പയും മുട്ടയൊക്കെ ഇവിടെ തകർത്ത് തരിപ്പണാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കഴിക്കേ വേണ്ടുള്ളൂ. ചൂടാറാൻ ഇത്തിരി സമയം കൊടുത്തൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ തിരക്കാണ്, എന്നാലും ഊതി ഊതി കഴിക്കുകയാണ് അതിന്റെ ടേസ്റ്റ്. കപ്പയായ കാരണം കൊണ്ട് തന്നെ പല്ലിൽ കൊണ്ടു കഴിഞ്ഞാൽ, ചൂട് തട്ടി കഴിഞ്ഞാൽ പല്ല് കേടുവരും. അതുകൊണ്ട് മാത്രം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് കഴിക്കാൻ പോകുന്നത്. അപ്പം ഇതുപോലെ ചൂടോടക്കനെ കപ്പയും മുട്ടയും കൂടെ കഴിക്കണമെങ്കിൽ പോന്നോളൂ കേട്ടോ.
ചട്ടിയിൽ നിന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയ കപ്പയിലേക്ക് വീണ്ടും ഒരു സവോള അല്ലെങ്കിൽ ഒരു പകുതി സവോള എടുത്ത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വിതറി കൊടുക്കുക. എന്നിട്ട് ഈ കപ്പയും ഈ ഉള്ളിയും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കുക. അപ്പോൾ ആ ഫ്രഷ് സവോളയുടെയും കപ്പയുടെയും കൂടെ ടേസ്റ്റ് ഒന്നും കൂടെ കൂട്ടും. അപ്പോൾ ഇതാണ് തട്ടുകട സ്റ്റൈൽ കപ്പയും മുട്ടയും. അപ്പോൾ ഇതുപോലെ കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം. അതേപോലെ കഴിക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക്